മനീഷ് പൂർത്തി കൂടി ചേരുന്നു. മനീഷ്, നേരത്തെ ഷഹദ് പറഞ്ഞൊരു ചെറിയ കാഴ്ചയുണ്ട്. അതായത് ഭീകരമായ കാഴ്ച. നമ്മുടെ ഈ CHCക്ക് സമീപമുള്ള ദുരിതാശ്വാസ ക്യാമ്പ്, ഒരു വശത്ത് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ദുരന്തത്തെ ശാരീരികം അതിജീവിച്ചവരെന്ന് മാത്രം പറയുന്ന മനുഷ്യർ മാനസികമായി ഇപ്പോഴും അതിജീവിക്കാൻ പ്രയാസപ്പെടുന്നവർ, മറുവശത്ത് മൃതദേഹങ്ങൾ നിലമ്പൂരിൽ നിന്നും മറ്റും എത്തിക്കുന്ന മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്ന ഇടം, ഈ ജീവനുള്ളവർ അവരുടെ വേണ്ടപ്പെട്ടവർ ആ മൃതദേഹം സൂക്ഷിച്ചെടുത്തുണ്ടോ എന്ന് വളരെ ആകുലതയോടെ പോകുന്ന കാഴ്ച. അത് ഷഹദ് വിവരിക്കുമ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ അങ്ങനെ ഒരു കാഴ്ച ഇനി കേരളം കാണാതിരിക്കട്ടെ എന്ന്. അത്രത്തോളം സങ്കടകരമായ കാഴ്ച. പക്ഷെ അവിടുത്തെ മനുഷ്യരെല്ലാം നിർവികാരിതരായിരിക്കുന്നു എന്ന് തന്നെയല്ലേ മഹനീഷ് പറയേണ്ടി വരുന്നത്? സുഹൈല്, റിജിത്ത്, ശാരീരികമായി അതിജീവിച്ചു ഇവരെല്ലാം. നൂറുകണക്കിന് ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ശാരീരികമായി ഈ ദുരന്തത്തെ അതിജീവിച്ചു എന്ന് മാത്രമാണ് ഒറ്റ വാക്കിൽ ഈ ദുരന്തത്തെ നമുക്ക് പറയാൻ സാധിക്കുക. കാരണം ഉറ്റവർ, അതായത് ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം ബാക്കിയായവരുണ്ട്. ഒരു കുടുംബം അല്ലെങ്കിൽ അടുത്തുള്ള മറ്റ് വീടുകൾ, അതൊക്കെ സമീപ പ്രദേശത്തുള്ള കുടുംബാംഗങ്ങളെല്ലാം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അത്തരത്തിൽ ഒരു ദുരന്തമുഖമെന്ന് നമുക്ക് വാക്കുകൾ കൊണ്ട് നമുക്ക് വിവരിക്കാൻ കഴിയില്ല. ഒരു ദുരന്തത്തെ അത്രയധികം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം എന്ന് പറയുന്നത്. അത് ഒരു പണത്തിൻ്റെ കണക്ക് കൊണ്ടല്ല പറയുന്നത്. ഓരോ വ്യക്തിക്കുമുണ്ടായ, അല്ലെങ്കിൽ ഇത് അതിജീവിച്ച ഓരോ വ്യക്തിക്കുമുണ്ടായ നഷ്ടമെന്ന് പറയുന്നത് ജീവിതം തന്നെയാണ്. ആ ഒരു ജീവിതം തന്നെയാണ് അവർക്കൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു കാഴ്ച ഒരു ഭാഗത്ത്, അതായത് ഗവൺമെൻറ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പ് എന്ന് പറയുന്നത് ശാരീരികമായി അതിജീവിച്ചു. ആ വാചകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം അങ്ങനെ മാത്രമേ അതിനെ പറയാൻ സാധിക്കൂ. മാനസികമായി ഒരിക്കലും അവർ അതിജീവിച്ചിട്ടില്ല. കാരണം ഉറ്റവരെവിടെയാണ് എന്ന് അറിയാത്തവരാണ് ഭൂരിഭാഗം ആളുകളും. അല്ലെങ്കിൽ 4 പേർ കിടന്നുറങ്ങിയിരുന്ന സ്ഥലത്ത് നിന്ന് 2 പേർ മാത്രം അതിനെ അതിജീവിക്കുന്നു. ബാക്കി 2 പേർ, ഏറ്റവും ഒരുമിച്ച് കിടന്നുറങ്ങിയ 4 പേരിൽ 2 പേരുടെ മരണം കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എവിടെയാണ് എന്ന് അറിയാത്ത അവസ്ഥ. 2ാം നിലയിലേക്കൊക്കെ മാറി നിന്ന്, ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ 2ാമത്തെ നിലയിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കയറി രക്ഷപ്പെട്ടു, ജീവൻ തിരിച്ചു കിട്ടി എന്ന് ആശ്വസിക്കുന്ന സമയത്ത് 2ാമത്തെ വെള്ളപ്പൊക്കമുണ്ട്, അല്ലെങ്കിൽ 2ാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു. ആ കാഴ്ച, അതായത് കൂടെ ഉണ്ടായിരുന്ന ആളുകളെ രക്ഷിക്കാൻ പോലും പറ്റാത്ത മറുകരയിൽ നിന്ന് ആളുകൾ നോക്കി നിൽക്കുന്ന അതിദാരുണമായ കാഴ്ചകളെല്ലാമായിരുന്നു മുണ്ടക്കൈ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് അന്നത്തെ ഒരു ദിവസം കണ്ടത്. ഒരു ഭാഗത്ത് ഇതിനെ അതിജീവിച്ച ആളുകൾ നിൽക്കുന്നു, മറുഭാഗത്ത് ഉറ്റവരെ കാത്ത്, അല്ലെങ്കിൽ പരിചയമുള്ള ആളുകളെ കാത്ത്, ബന്ധുക്കളെ കാത്ത് കുറേ മൃതശരീരങ്ങൾ വെച്ചിരിക്കുന്നു. അത് ആ കമ്മ്യൂണിറ്റി ഹാളിലെ കാഴ്ചയാണ്. ഇപ്പുറത്ത് ആളുകൾ ഈ ഉറ്റവരെ കാത്ത്, അല്ലെങ്കിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാനായ ആളുകൾ രാവിലെ 7 മണിയോടുകൂടി, അല്ലെങ്കിൽ രാവിലെ 6 മണിയോടുകൂടി ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നു. ഇങ്ങനെ വല്ലാത്തൊരു കാഴ്ചയാണ് എന്തായാലും ഈ പറഞ്ഞ മേപ്പാടിയിലെ ആ പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസരത്തുള്ള ഈ 3 ഇടങ്ങൾ എന്ന് പറയുന്ന 3 ഇടങ്ങളിലും വല്ലാത്തൊരു കാഴ്ചയാണ്. എന്തായാലും ഇന്നത്തെ കണക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. 297 ഇന്നത്തെ ഒരു മരണസംഖ്യ, ഇതുവരെയുള്ള മരണസംഖ്യ എന്ന് പറയുന്നത് 297. അതിൽ മേപ്പാടി CHCയിൽ 138 എത്തിയ മൃതദേഹങ്ങൾ എന്ന് പറയുന്നത്. നിലമ്പൂരിൽ അത് 147. മേപ്പാടി വിംസ് 12, വൈത്തിരിയിലും ബത്തേരിയിലും ഓരോ മൃതദേഹങ്ങൾ വീതം. അത് നേരത്തെ വന്ന കണക്കുകൾ പ്രകാരമാണ്. ഇന്നിപ്പോൾ നിലമ്പൂരിൽ നിന്ന് മേപ്പാടിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് 20 മൃതദേഹങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഏറ്റവും അധികം ഇപ്പോൾ എത്തുന്നത് ശരീര അവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. പലയിടങ്ങളിൽ നിന്ന് ഇപ്പം ഈ 2 ദിവസം കൊണ്ട് നിലമ്പൂരിൽ നിന്നും മേപ്പാടി CHCയിലേക്ക് എത്തിച്ചത് 87 ശരീരഭാഗങ്ങളാണ്. ഇന്നിപ്പോൾ ഇതുവരെ മേപ്പാടി മുണ്ടക്കൈയിൽ നിന്നും കൊണ്ടുവന്നത് 19 ശരീരഭാഗങ്ങളാണ്. അങ്ങനെ ഒരു തരത്തിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് ഈ പറഞ്ഞ ശരീരഭാഗങ്ങളാണെങ്കിലും മൃതശരീരങ്ങളാണെങ്കിലും മാറുന്നു എന്നുള്ളതും ഈ കാത്തിരിപ്പിൻ്റെ ദൈർഘ്യവും അതുപോലെ തന്നെ അത് വല്ലാതെ കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് DNA പരിശോധന വളരെ വേഗത്തിൽ നടത്തണമെന്നുള്ളൊരാവശ്യം ഈ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന്ന് കാര്യമായി തന്നെ അവർ അത് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് തിരച്ചിലുമായി ബന്ധപ്പെട്ട പരാതികൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ കാര്യക്ഷമമായി തന്നെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. പക്ഷേ നാട്ടുകാർ, അവിടുത്തെ ആളുകൾ പറയുന്നത് പ്രദേശവാസികളെ കൂടി ഈ ഒരു കാര്യത്തിന് ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ തിരച്ചിലിന് ഉൾപ്പെടുത്തണം. കാരണം ഞങ്ങൾക്ക് മാത്രമാണ് അറിയുക ഞങ്ങളുടെ വീട് എവിടെയാണ്, ഞങ്ങളുടെ ബന്ധുക്കളുടെ വീടുകൾ എവിടെയാണ്, അവിടെ എത്ര പേരുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയുക ഞങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ ഞങ്ങളെ കൂടി ആ ഒരു സംഘത്തിൽ ഉൾപ്പെടുത്തണം. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വേഗത്തിൽ ഞങ്ങളുടെ വീടിരുന്ന സ്ഥലവും അത് ഏകദേശം എവിടെ വരെ എത്തി എന്നുള്ള കാര്യവുമൊക്കെ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. അവിടങ്ങളിൽ തിരച്ചിൽ നടത്തിയാൽ വളരെ വേഗത്തിൽ ഇതിനൊരു
ഒരു ഫലം കാണും എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും അവർ പറയുന്നത്. അത്തരം ക്രമീകരണങ്ങളിലേക്കൊക്കെ സർക്കാർ കടക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എൻ ഷംസീർ സ്പീക്കർ അവിടെ വന്നപ്പോൾ ഇവരെല്ലാം ഈ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ചേർന്ന മന്ത്രിമാരുടെ യോഗത്തിൽ അത് കൃത്യമായി തന്നെ ചർച്ചയായിട്ടുണ്ട്. അതിലൊക്കെ പരിഹാരമുണ്ടാകും വരും ദിവസങ്ങളിൽ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഇന്ന് വൈകിട്ടോടുകൂടി പൂർത്തിയായിരിക്കുന്നു. അത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ രക്ഷാപ്രവർത്തനങ്ങളുടെ വേഗം എന്തായാലും കൂട്ടും. കാരണം വാഹനങ്ങൾ, യന്ത്രസാമഗ്രികളെല്ലാം തന്നെ വളരെ വേഗത്തിൽ ഇനിയിപ്പോൾ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തിച്ചേരും. അവിടെ നാളെയും മറ്റന്നാളും ഒക്കെ ആയി രക്ഷാപ്രവർത്തനം എന്തായാലും വളരെ ഊർജിതമായി തന്നെ നടക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ 3 JCBകൾ മാത്രമാണ് അവിടെ ഉള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെയുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നത്. വലിയ വലിയ കല്ലുകളാണ്. അത് തുടക്കം മുതൽ തന്നെ പറയുന്ന കാര്യമാണ്. വലിയ കല്ലുകളാണ്. അതൊക്കെ മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ അത് പൊട്ടിച്ചുകൊണ്ട് അവിടെയുള്ള ഈ വീടുകൾക്കുള്ളിലൊക്കെ പരിശോധന നടത്തണമെങ്കിലോ ഒക്കെ വലിയ ശ്രമം ആവശ്യമുണ്ട്. അതിന് കൃത്യമായ മെഷീനറീസ് വേണം. അപ്പോൾ അതെന്തായാലും നാളെ രാവിലെ 7 മണിക്ക് തിരച്ചിൽ ആരംഭിക്കുന്നതിന് ശേഷം അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തും. അപ്പോൾ മുണ്ടക്കയിൽ എന്തായാലും നാളെ വലിയ തോതിൽ തന്നെ വളരെ വേഗത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ നാളെ അതുപോലെ തന്നെ നിലമ്പൂരിലെ കാര്യമാണെങ്കിലും നിലമ്പൂരിലും കൃത്യമായ അർത്ഥത്തിലുള്ള പരിശോധനകൾ നാളെയും തുടരും എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുഴ ഒഴുകിയ വഴികളിലെല്ലാം തന്നെ പലയിടങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ള അത്തരത്തിലുള്ള ചില വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് സൂചിപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞു പോകുന്ന ചില മേഖലകൾ, ചില ആദിവാസി കോളനികളുണ്ട്. അതായത് വനത്തിനകത്തുള്ള ആദിവാസി കോളനികളുണ്ട്. അവിടങ്ങളിലൊക്കെ ചില അവശിഷ്ടങ്ങൾ, ശരീരഭാഗങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പരിശോധന ഇനിയിപ്പോൾ ആ രീതിയിലൊക്കെ ഈ വെള്ളം ഒഴുകിപ്പോയ, വെള്ളവും മണ്ണുമൊക്കെ ഒഴുകിപ്പോയ ആ വഴികളിലൂടെ, ആ പുഴകളിലൂടെയൊക്കെ ഇനിയിപ്പോൾ പരിശോധന നടത്തേണ്ട ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നിലവിലുള്ളത്. ആ രീതിയിലാണ് എന്തായാലും കാര്യങ്ങൾ പോകുന്നത്. നാളെ രാവിലെ തന്നെ 2 ഇടങ്ങളിലും പരിശോധനകൾ ആരംഭിക്കും. ചൂരൽമലയിലും മുണ്ടക്കയിലും അട്ടമലയിലും. അത് 6 സോണുകളായി തിരിച്ചുകൊണ്ട് പരിശോധന നടത്തുമെന്നുള്ളതാണ് ഇന്നിപ്പോൾ യോഗത്തിന് ശേഷം മന്ത്രിമാർ അറിയിച്ചിട്ടുള്ളത്. നിലമ്പൂരിലും സമാനമായ രീതിയിൽ വനംവകുപ്പിൻ്റെ ജീവനക്കാർ, വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നുകൊണ്ടുള്ളൊരു പരിശോധന, ആ പുഴ വന്ന് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പരിശോധനകൾ അവിടെ നടക്കും. അങ്ങനെ വളരെ വേഗത്തിൽ ഈ കാത്തിരിപ്പിനൊരു വിരാമം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ദുരന്തത്തെ അതിജീവിച്ച ആളുകൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ, പുറത്തുള്ള ബന്ധുക്കൾ, ഇവരുടെയൊക്കെ ഒരു കാത്തിരിപ്പിന് എന്തായാലും വളരെ വേഗത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അന്തിമം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നാളെ ഇപ്പോൾ രാവിലെ ആശുപത്രിയിലേക്ക് പോകുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആളുകളെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഓരോ മൃതദേഹങ്ങൾ വരുമ്പോഴും, അല്ലെങ്കിൽ നിലമ്പൂരിൽ നിന്നായാലും ശരി, ഇവിടെ നിന്നായാലും മുണ്ടക്കയിൽ നിന്നായാലും ചൂരൽമലയിൽ നിന്നായാലും അത് തങ്ങളുടെ ഉറ്റവരാണോ എന്ന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ വേദനയോടുകൂടി കാത്തിരിക്കുന്ന ആളുകളെ തന്നെയാണ് നമുക്ക് ഇവിടങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും മരണസംഖ്യ 297 അത് ഈ പറഞ്ഞ രീതിയിൽ മേപ്പാടി CHCയിൽ 138, നിലമ്പൂരിൽ നിന്നും ഇതുവരെ എത്തിയത് 147. സുഹൈൽ, റീജൻ. മനീഷ് പൂർത്തി പറഞ്ഞതുപോലെ തന്നെ നാളെ വളരെ പേസുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയായിരിക്കും നടക്കുക. ഈ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം മേഖലകളെ 6 സോണാക്കി തിരിച്ചുകൊണ്ട് 6 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധന. മണ്ണാഴങ്ങളിൽ പുതഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ അത്യാധുനിക മെഷീനറികളും ഒപ്പം മണ്ണുമാന്തി യന്ത്രങ്ങളും അടക്കം ഉപയോഗിച്ചുകൊണ്ട് താഴത്തുള്ളവരെ എടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തെർമൽ സ്കാനിങ്ങിലടക്കം ജീവൻ്റെ തുടുപ്പുകൾ അവിടെ ഇല്ല എന്ന രീതിയിലാണ് ശാസ്ത്രീയമായ കാര്യങ്ങൾ പുറത്തു വന്നത്. ഒട്ടും നമ്മൾ ആഗ്രഹിക്കാത്ത വാർത്തയാണ്. എന്നിരുന്നാലും ചിലപ്പോൾ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സമയം കൂടിയാണ്. ഇപ്പോഴും ആ കാത്തിരിപ്പാണ്. തങ്ങളുടെ കാണാതായവർ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്ന് കാത്തിരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ജീവനോടെ ഇല്ലെങ്കിലും അവസാനം നോക്കുന്ന കാണാൻ മൃതദേഹമെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അത്തരത്തിൽ അവരുടെ ആ കാത്തിരിപ്പിനൊരു വിരാമമിടുക എന്ന് തന്നെയായിരിക്കും ഈ നാളത്തെ അടക്കം രക്ഷാദൗത്യത്തിലെ പ്രധാന ലക്ഷ്യം. അതിന് ഏറ്റവും സാധ്യതകൾ ഇപ്പോൾ വരുന്നത് ബെയിലി പാലം തുറന്നതോടുകൂടിയാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാലത്തിലൂടെ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് പോകാനാകും. ഈ ഹെവി വെയ്റ്റ് മെഷീൻസ് അടക്കം അങ്ങോട്ട് എത്തിക്കാനാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ JCBക്ക് എത്തിച്ച് നമ്മൾ കണ്ടതാണ്. വലിയ ബുദ്ധിമുട്ട്, പ്രയാസത്തിലൂടെയാണ് എത്തിച്ചത്. ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം എളുപ്പത്തിൽ അങ്ങോട്ട് എത്തിക്കാനാകുമെന്ന് തന്നെയാണ് ബെയിലി പാലം തുറന്നതോടെ ആ രക്ഷാദൗത്യത്തിൽ ഒരു സാധ്യത തുറന്നിട്ടിരിക്കുന്ന സംശയം പറയേണ്ടി വരും. രക്ഷാദൗത്യത്തിൻ്റെ 2ാം ഘട്ടം, അല്ലെങ്കിൽ ദൗത്യഘട്ടത്തിൻ്റെ 2ാം ഘട്ടം എന്ന് തന്നെ വേണമെങ്കിൽ ബെയിലി പാലത്തിൻ്റെ ഓപ്പണിങ്ങിലൂടെ നമുക്ക് പറയാനാകും.
ഈ മനീഷ് മൂർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ 297 മരിച്ചതിൽ ഭൂരിഭാഗം പേരുടെയും മൃതദേഹങ്ങൾ ലഭിച്ചത് ഈ ചാലിയാറിൻ്റെ തീരത്താണ്. ഈ ചാലിയാറിൻ്റെ മെയിൻ ട്രിബ്യൂട്ടിംഗ് റിവറാണ് ഇരുവഞ്ഞിപ്പുഴ എന്ന് പറയുന്നത്. ഇരുവഞ്ഞിപ്പുഴ ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ ചാലിയാറിൻ്റെ തന്നെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്ന പുഞ്ചിരിമട്ടത്താണ് ഉരുൾപൊട്ടിയത്. ആ റിവർ ഡിസ്റ്റൻസിൽ എത്രത്തോളം ഫോഴ്സിൽ വെള്ളം വന്നു, മണ്ണ് വന്നു, കല്ല് വന്നു, എത്രത്തോളം ശക്തമായ ഒരു ഉരുൾപൊട്ടലായിരുന്നു എന്നതിൻ്റെ ഫസ്റ്റ് വിസിബിൾ എവിഡൻ്റ് ആയിരുന്നു ഈ പോത്തുകലിലടക്കം മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഏകദേശം 30-40 കിലോമീറ്റർ റിവർ ഡിസ്റ്റൻസ് വരുന്ന ഇടമാണ്. അന്ന് പോത്തുകലിലടക്കമാണ് മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടിയതെങ്കിൽ ഇപ്പോൾ അതിന് പിറകോട്ടുള്ള ഓരോ മേഖലകളിലും മൃതദേഹങ്ങൾ ലഭിക്കുന്നു എന്ന സങ്കടകരമാണെങ്കിലും അങ്ങനെ ഒരു വാർത്തകൾ വരുന്നു. അതായത് ജലനിരപ്പ് ഉയർന്നതോടെ പോത്തുകലിന് പിറകോട്ട് മുണ്ടക്കൈ ഈ സൂചിപ്പാറയ്ക്ക് സമീപമൊക്കെ മൃതദേഹങ്ങൾ കിട്ടുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വയനാട് മലപ്പുറം അതിർത്തിയിൽ കുമ്പളപ്പാറ എന്ന സ്ഥലത്ത് ഒരു മൃതദേഹം കിട്ടിയത് മുണ്ടക്കൈയുടെയും ചൂരൽമലയുടെയൊക്കെ സമീപത്തുള്ള ഈ സൂചിപ്പാറ എന്ന വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള പ്രദേശമാണ്, വനപ്രദേശമാണ്. ജലനിരപ്പ് കുറഞ്ഞതോടെ ഇത്തരത്തിൽ സൂചിപ്പാറ മേഖലയിലെ വനപ്രദേശങ്ങളിലൊക്കെ മൃതദേഹങ്ങൾ വരുന്നു, അല്ലെങ്കിൽ മണ്ണാഴങ്ങൾ മൃതദേഹങ്ങളുണ്ടെന്ന സംശയങ്ങൾ വരുന്നു. ഇത്തരത്തിൽ ഈ പുത്തുമല ഇത്തരത്തിൽ ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്ത് സൈന്യം പരിശോധന നടത്തുമ്പോൾ തന്നെ സമാന്തരമായ പുഴകളിലും ഒരു പരിശോധന നടത്തുന്നു. വേണ്ടപ്പെട്ടവരെ ജീവനോടെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇല്ലെങ്കിലും അവരെ അവസാനം നോക്കുകയാണ് മൃതദേഹമെങ്കിലും കിട്ടണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. സമാനതയില്ലാത്തൊരു ദുരന്തമാണ്. ഇങ്ങനെ ദുരന്തമുഖത്ത് പലരും നിർവികാരതയായിരിക്കുന്നു. അത്തരത്തിൽ എന്ത് പറയണം, സമാശ്വസിപ്പിക്കാൻ എങ്ങനെ സമാശ്വസിപ്പിക്കണം, വാക്കുകൾ ആശ്വസിപ്പിക്കാൻ പരിധി വരുന്ന അല്ലെങ്കിൽ പരിമിതികൾ ഉണ്ടാകുന്ന ഒരു ഇടം കൂടിയായി മുണ്ടക്കൈ മാറുകയാണ്.